നമസ്കാരം. രാത്രിയിൽ ഉറങ്ങാൻ കിടന്നവർ നേരെ പുലർന്നിട്ടും ഉണർന്നില്ല. ചിലരാകട്ടെ തിരിച്ചറിയാനാകാത്ത വിധം കഷണങ്ങളായി ഉറിഞ്ഞു പോയിരുന്നു. ഈ ശരീരഭാഗങ്ങൾ ആരുടേതാണെന്നോ ഏത് ജാതി മതക്കാരുടേതാണെന്നോ തിരിച്ചറിയാത്തതിനാൽ ഒരുമിച്ച് ഒരു തോട്ടത്തിൽ കൂട്ടത്തോടെ അടക്കം ചെയ്യുന്നു. പ്രകൃതി തന്നെ ഒരു പ്രദേശത്തിന്റെ ഭൂപടം മാറ്റി വെച്ച വയനാട് ദുരന്തത്തിന്റെ നേർക്കാഴ്ചയാണിത്. 2024 ജൂലൈ 30 കേരളം കണി കണ്ടുണരുന്നത് സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമായ വയനാട് ഉരുളുപൊട്ടലുമായാണ്. വയനാട് മേപ്പാടി പഞ്ചായത്തിൽ മുണ്ടക്കി, ചൂരൽമല, അട്ടമല, പുഞ്ചിരിമറ്റം, കുഞ്ഞോം എന്നിവിടങ്ങളിൽ ഉണ്ടായ ഒന്നിലധികം ഉരുളുപൊട്ടലാണ് ദുരന്തത്തിന് കാരണമായത്. പ്രകൃതി ദുരന്തങ്ങൾ ഇപ്പോൾ മാത്രം അല്ല, പ്രകൃതിയോട് തന്നെ പഴക്കമുണ്ട്. 99-ലെ വെള്ളപ്പൊക്കം എന്നറിയപ്പെടുന്ന 1924-ലെ വലിയ വെള്ളപ്പൊക്കത്തെ പറ്റി തകഴി ശിവശങ്കരപിള്ള തന്റെ ചെറുകഥയിലൂടെ കാണിച്ചു തരുന്നുണ്ട്. 2001 ഒരു മൺസമ്മത വീട്ടിൽ നിന്ന് 39 പേരുടെ ജീവനെടുത്ത തിരുവനന്തപുരം അമ്പൂരി ഉരുൾപൊട്ടൽ, 2004 ആർത്തിരമ്പിയെത്തിയ സുനാമി, 2017-ലെ ഓഖി ചുഴലിക്കാറ്റ്, 2019-ലുണ്ടായ മലപ്പുറം കവളപ്പാറ ഉരുൾപൊട്ടൽ, വയനാട് പുത്തുമല ഉരുൾപൊട്ടൽ, 2020-ലെ ഇടുക്കി പെട്ടിമുടി ദുരന്തം, 2021-ലെ കൂട്ടിക്കൽ കൊക്കര ഉരുൾപൊട്ടൽ. ഇതിനെല്ലാം ഉപരി 2018 വർഷത്തിൽ ലോകം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമായി പ്രഖ്യാപിച്ച നമ്മുടെ മഹാപ്രളയം. 54 ലക്ഷം പേരെ നേരിട്ട് ബാധിച്ച ഈ മഹാപ്രളയത്തിൽ 14 ലക്ഷം പേർക്ക് വീട് വിട്ടു പോകേണ്ടി വന്നു. 30,000 കോടി രൂപയുടെ സാമ്പത്തിക നഷ്ടമാണ് കേരളത്തിലുണ്ടായത്. കാലാവസ്ഥാ മാറ്റങ്ങൾ മാത്രമാണോ പ്രകൃതി ദുരന്തത്തിന് വഴിതെളിക്കുന്നത്? പ്രകൃതിയെ ചൂഷണം ചെയ്ത് ഈ ദുരന്തങ്ങളെല്ലാം നാം വരുത്തിവെച്ചതോ? 44 നദികളും പ്രകൃതി സമ്പത്തും കണ്ണിരികിരിച്ച ദൈവത്തിന്റെ സ്വന്തം നാട് മാലിന്യ കൂമ്പാരമായി മാറുന്നുവോ? പശ്ചിമഘട്ടം ആകെ തകർക്കപ്പെട്ടിരിക്കുന്നതിന്റെ പരിണിത ഫലമാണോ അടിക്കടി ഉണ്ടാകുന്ന ഈ ഉരുളുപൊട്ടലുകൾ? ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് ഗൗരവമായി പരിഗണിക്കേണ്ടതാണ്. എന്നാൽ അതിജീവനത്തിനുള്ള നയം കൂടി ഉണ്ടാവണം. കേന്ദ്ര കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ മാത്രം ആശ്രയിച്ചുകൊണ്ടുള്ള ദുരന്ത നിവാരണം സാധ്യമല്ല എന്ന് നാം മനസ്സിലാക്കണം. പ്രാദേശികമായി മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ശക്തമാക്കണം. ദുരന്ത മേഖലകളിൽ നിന്ന് മുന്നറിയിപ്പ് ലഭിച്ച് ക്യാമ്പുകളിലായി സ്കൂളുകളിലോ മറ്റു പൊതുസ്ഥലങ്ങളെ ആശ്രയിക്കുന്നതിനപ്പുറം ജനങ്ങൾക്ക് സുരക്ഷിതമെന്ന് തോന്നുന്ന സ്ഥിര സംവിധാനങ്ങൾ ഉണ്ടായാൽ മാത്രമേ അപകട സൂചന ലഭിച്ചാലും വീട് വിട്ടു പോകാൻ തയ്യാറാകൂ. പ്രകൃതി ദുരന്തങ്ങൾ മുൻകരുതൽ കൊണ്ട് മാത്രം പരിഹരിക്കപ്പെടാമെന്ന രീതിയിൽ നിന്ന് മാറി അതിനൊപ്പം അതിജീവനത്തിന്റെ പദ്ധതികൾ കൂടി തയ്യാറാക്കി മുന്നോട്ട് പോകുന്നതിന് 2018-ലെ മഹാപ്രളയത്തിന് ശേഷം കേരളം ശ്രമിച്ചിട്ടുണ്ട്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് റീബിൽഡ് കേരള, നവകേരള മിഷൻ പദ്ധതികൾ. കേരളത്തിലെ 14 വകുപ്പുകളിലായി 8,727 കോടി രൂപയുടെ പദ്ധതികളാണ് റീബിൽഡ് കേരള വഴി അനുവദിച്ചത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കാലാവസ്ഥാ വ്യതിയാനം ദുരന്ത നിവാരണ പദ്ധതികൾ ഏറ്റെടുക്കുന്നതിന് പുതിയ വർക്കിംഗ് ഗ്രൂപ്പുകൾ രൂപീകരിച്ചു. ഓരോ ഗ്രാമപഞ്ചായത്തിലും ദുരന്ത നിവാരണ സേനയെ രൂപീകരിച്ചു മോക്ക് ഡ്രില്ലുകൾ നടത്തി കേരളം മുന്നിട്ട് നിൽക്കുന്നു. ഘടികാരങ്ങളെ പോലും നിശ്ചലമാക്കിയ കോവിഡ് മഹാമാരിക്ക് ശേഷം ഒരു വ്യക്തി പോലും പട്ടിണി കിടക്കരുത് എന്ന ലക്ഷ്യത്തോടെ കേരളം ആരംഭിച്ച ജനകീയ ഭക്ഷണശാലകൾ അതിജീവ